ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ ചാറ് കറിയാണ്. തേങ്ങ ചേർക്കാത്ത ഒരു ചാറ് കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ഞാൻ അരക്കപ്പ് ചെറുപയർ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ചപ്പോഴത്തേക്കാണ് ഇത് ശരിയായത്. പയർ നന്നായി വെന്ത് കുറച്ച് പൾപ്പി ആകണം. ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഇത് ഞാൻ വേവിച്ചത്. ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണേന്. ഇനി അല്പം കറിവേപ്പില ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പൊടികളൊക്കെ കരിഞ്ഞു പോകും. കറിവേപ്പില ഇട്ടു. 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് ഫ്ലെയിം ഓഫായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണ കാരണം നന്നായിട്ടിത് മുരിഞ്ഞ് ചൂടായി വന്നോളും. ആദ്യം തന്നെ മല്ലിപ്പൊടി എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിട്ടത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. 1/4 ടീസ്പൂൺ ഇല്ല, അതിലും കുറച്ച് കുറവാണ്. മഞ്ഞൾ പൊടി ഇട്ടു. ഇനി 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി, അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എത്രയേ ഉള്ളൂ, എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞതെന്ന് നോക്കിയേ. കണ്ട, ഇനി വേറൊരു ചേരുവയില്ല. നമുക്ക് ആ വേവിച്ച് വെച്ച പയർ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം വേണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തത് 1/2 കപ്പ് പയറിന്. കുറച്ച് കൂടുതൽ വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കുറച്ച് അധികം നേരം തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് അളവിനാണ് എടുത്തേക്കണത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വേറെ ഒന്നും ചേർക്കാനില്ല. ഈ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. നന്നായിട്ട് കുറുകരുത്, കാരണം ചൂടാറുമ്പോൾ അത് കട്ടായി പോകും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.